ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ അവലോകന യോഗത്തിന് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ദില്ലിയിൽ നിന്ന് റഷീദ് കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരണത്തിന് ശേഷം ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവലോകന യോഗം ചേരാനിരിക്കുകയാണ്. നിരീക്ഷകരൊക്കെയും പങ്കെടുക്കും. എവിടെ വെച്ചാണ് ഈ യോഗം? ദില്ലിയിലാണോ പാട്നയിലാണോ? അതിലൊരു വ്യക്തത. വിനിഷ, 2 ദിവസം മുമ്പാണ് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഒരു അവലോകന യോഗം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ നിരീക്ഷകരെയൊക്കെ തന്നെയും വിന്യസിക്കുകയും നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു അവലോകന യോഗമായിരിക്കും ഇന്ന് ചേരുക. ഇന്ന് പട്നയിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. നാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും സംഘവും പട്ന സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗ്യാനേഷ് കുമാർ പട്നയിൽ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള സ്ഥിതിഗതികളും അതോടൊപ്പം മറ്റു പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് ചേരുന്ന യോഗത്തിൽ വിശദീകരണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ആയിരിക്കും ഈ യോഗം എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും നേരത്തെ തന്നെ ഈ അന്തിമ വോട്ടർ പട്ടിക പുറത്തുവിട്ടപ്പോൾ 68 ലക്ഷം പേരെയാണ് ഈ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഇപ്പോഴും ബീഹാറിൻ്റെ മറ്റു ചില മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും 243 സീറ്റുകളിലേക്കുള്ള മത്സരം ഉണ്ടാവുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഛാട്ട് പൂജ അടക്കമുള്ള ചില വിശേഷ ദിവസങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇനി വരാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2 ഘട്ടങ്ങളിലായിട്ട് നടത്താനുള്ളൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്യാനേഷ് കുമാറിൻ്റെ ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതിയിൽ ഒരു അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവുക. 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അതേസമയം തന്നെ 7-ാം തീയതിയും ബീഹാർ SIRമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 68 ലക്ഷം പേരെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. സുപ്രീം കോടതി നേരത്തെ തന്നെ അത് വ്യക്തമാക്കുകയും അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റുന്നവരുടെ എന്തുകൊണ്ട് ഈ പേര് വെട്ടിമാറ്റുന്നു എന്നുള്ളത് പ്രസിദ്ധീകരിക്കുകയും അത് വ്യക്തമാക്കുകയും ചെയ്യണമെന്നുള്ളത് സുപ്രീം കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നടക്കം ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതോടൊപ്പം ഈ നിരീക്ഷകരുമായിരിക്കും യോഗം ചേരുക. നാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും സംഘവും പട്നയിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും. ശരി, ഏതായാലും നവംബർ 22 വരെയാണ് ബീഹാർ നിലവിലത്തെ നിയമസഭയുടെ മന്ത്രിസഭയുടെ കാലാവധി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പോകും. ഏതായാലും അന്തിമ തീയതി പ്രഖ്യാപനം റഷീദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന അവലോകന യോഗത്തിന് ശേഷം 3-അംഗ സംഘം ബീഹാർ സന്ദർശിക്കും. ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീയതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുക. ഏതായാലും 6-ാം തീയതിയോടുകൂടി ആ തീയതി പ്രഖ്യാപനം വരുമോ എന്നൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്.